കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ ഞാൻ പിന്തുടരുന്നുണ്ട്. ഈ ഒരു കൊല്ലം മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രീതിയൊക്കെ നമ്മൾ നേരിൽ കാണുകയുണ്ടായി. കൂടുതലും സ്ത്രീകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തെ ABC മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ RC ശ്യാംബാബു. സർ, സ്വാഗതം ABC മലയാളത്തിലേക്ക്. എങ്ങനെയുണ്ട്? വളരെ വൈകിയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വന്നത്, പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ? അല്ല, ഇത് വൈകലില്ല അതിനകത്ത്. കാരണം വെച്ചാൽ ഈ വൈകൽ എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതൊരു പറഞ്ഞു നമ്മൾ കേട്ട് പഴകിച്ച ഒരു സംഭവമാണ്. കാരണം പണ്ട് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 50 ദിവസമോ 60 ദിവസമോ ഒക്കെ വേണ്ടി വരും. കാരണം അന്ന് ആൾക്കാരിലോട്ട് എത്തുക എന്ന് വെച്ചാൽ ഒരു കഠിന ശ്രമമാണ്. അന്ന് മാധ്യമം എന്ന് പറയുന്നത് നമുക്ക് റേഡിയോ ഉണ്ടായിരുന്ന കാലം, അത് കഴിഞ്ഞ് TV വന്നപ്പോൾ ദൂരദർശൻ മാത്രം. ഇന്ന് പ്രധാന മാധ്യമ ചാനലുകൾ തന്നെ എത്രണ്ണുണ്ട് നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ചാനൽസ്, യൂട്യൂബിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് കേരളത്തിലെ ഏകദേശം 90% ആൾക്കാരിലോട്ടും എത്താൻ സാധിക്കും. ഇപ്പം നിങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. നിങ്ങളുടെ ചാനലിന്റെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു കാര്യം കൊടുത്ത് ഇത്ര മണിക്കൂറിനകത്ത് എത്ര പേരിലെത്തുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാനൊരു മീഡിയയുടെ ആളാണ്. പ്ലസ് മോഡിജിയുടെ ഒരു ഡിജിറ്റൽ വിപ്ലവം നടന്നിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം നമുക്ക് അധികമായാലും അമൃതും വിഷം. രണ്ടാമത്തത് കോസ്റ്റ് കുറയ്ക്കാം. നമുക്ക് കുറച്ച് ദിവസമാണെങ്കിൽ അത്രയും കോസ്റ്റ് മതി. അതായത് ഇന്ന് ഈ വലിയ ഫ്ലെക്സ്, ഹോർഡിങ്സ് ഇതൊന്നും ആവശ്യമില്ല. ഡിജിറ്റൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക, തല പൊക്കാറില്ല, ഇതിനകത്ത് സാധനം വരിക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതിനകത്താ വരുന്നേ. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു വാർത്ത നിങ്ങൾ അയക്കുന്നു, നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിനകത്ത് എന്തുമാത്രം മാറ്റം വരും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി വളരെ കുറച്ച് സമയം മതി. സ്ഥാനാർത്ഥികൾ തളർന്നു പോകും. ഇത്രയും ദിവസം കൊണ്ട് എന്റെ ശബ്ദമില്ല. ഞാൻ പറയുന്നത് എത്ര ദിവസം കൊണ്ട് ആർക്കൊണ്ട് കിട്ടിക്കോട്ടെ, പക്ഷെ ഒരു 15 മുതൽ 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും എല്ലാ കാര്യവും അറിയിക്കാം. ഞാൻ ഇന്ന് രാവിലെ 9:30 മുതൽ താങ്കളെ പിന്തുടരുന്നുണ്ട്. വലിയൊരു പിന്തുണ. ഞാനിന്നിപ്പോൾ നമ്മൾ കൂടുതൽ സഞ്ചരിച്ച് പുനലൂർ മണ്ഡലത്തിലൂടെയാണ്. പുനലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയായിട്ടാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ താങ്കൾക്ക് വലിയൊരു പിന്തുണ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് താങ്കൾക്ക് കൈ കാണിക്കുന്നു, ഷേക്ക് ഹാൻഡ് തരുന്നു, ഒപ്പം സെൽഫി എടുക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ കണ്ടു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? വളരെ പോസിറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ വശങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമുക്ക് കൈ കാണിക്കുന്നവരും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്നവരും എല്ലാം നമുക്ക് മുഴുവൻ വോട്ട് ചെയ്യും നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. പക്ഷേ പഴയ കാലത്തിൽ നിന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു നടൻ വരുമ്പോഴത്തേക്ക് പണ്ട് കൈ കാണിക്കും. ഇന്ന് അതിൽ ഉപരി ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഞാനൊരു രാഷ്ട്രീയത്തിൽ, അതായത് രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരം എൻ്റെ മേഖല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ ജനങ്ങളെ അറിയിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അധികാരമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാൻ കഴിയുന്ന പ്രൂവ് ചെയ്തിട്ടുള്ളപ്പോൾ ഒന്ന് ആൾക്കാർക്ക് തോന്നും ഇങ്ങനൊരു വ്യക്തി വന്നാൽ അഴിമതി ഇല്ലാത്തൊരു വ്യക്തിയാണ്, ആരോപണങ്ങൾ വിധേയനല്ലാത്തൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണല്ലോ. ഒപ്പം 5 സ്ത്രീകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. 5 സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് ഞാൻ. ഈ മക്കളെല്ലാം ഓരോ പ്രായത്തിൽ നിൽക്കുന്നവരാണ്. ഈ 4 പേരും സോഷ്യൽ മീഡിയയിൽ ദൈവാനുഗ്രഹത്താൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്നേഹത്താൽ അവരും അറിയപ്പെടുന്നവരായി മാറി. ഒപ്പം 50 കഴിഞ്ഞ എൻ്റെ ഭാര്യയും സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായി നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകളിലൂടെ, അതായത് അവരുടെ വ്യൂവേഴ്സ് തന്നെ ഞാൻ ആരാണെന്നും എന്നെപ്പറ്റി ഏകദേശം ഒരു ധാരണയുണ്ട് അവർക്കൊക്കെ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഇറങ്ങുന്നു അവിടെയൊക്കെ സ്ത്രീകൾ വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖല. കാരണം 2.5 ലക്ഷത്തോളം കശുവണ്ടി തൊഴിലാളി ആ മേഖലയിൽ നിന്നവർ ഇന്ന് തൊഴിലില്ലാതെ നിൽക്കുന്നു. ഉള്ള സ്ത്രീകൾക്ക് ESIയുടെ പരിരക്ഷണമില്ല. ESI ഇല്ലാതാവുമ്പോൾ എന്താ പറ്റുന്നത്? അവർക്ക് ചികിത്സ ഒന്ന് ആലോചിക്കണം. ക്യാൻസർ രോഗികളുള്ള മേഖലയാണ് ആണ് അവരുടെ ഒരു അവസ്ഥ ആലോചിക്കണം. 2, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ലോൺ വേണമെങ്കിൽ അവർക്ക് എവിടെ നിന്ന് പണം കിട്ടും? ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അവർക്കൊപ്പം. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും, ദുസ്സഹമായ സാഹചര്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഭാഗം ഭയങ്കര ദുരിതമാണ്. എന്നാൽ നമ്മൾ മറുവശം ഓർക്ക് ഇതിൻ്റെ പണം മുടക്കുന്നവർ അവരും ദുരിതത്തിലാണ്. ഈ 2 കൂട്ടരെ നശിപ്പിച്ചത് ആരാണ് ഇന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഈ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഭരിച്ച് ഇവിടുത്തെ MP ഒക്കെ എത്രത്തോളം ഇവരെ നശിപ്പിച്ചു എന്ന് അവർ തിരിച്ചറിയണം. കാരണം സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവരമ്മമാർ കൂടിയാണ്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കണം, കുഞ്ഞിന് വെച്ച് കൊടുക്കണം. അവർ രാവിലെ എണീറ്റ് വീണ്ടും ചെയ്തിട്ട് ഇവിടെ വരിക. ഇവർ വർക്ക് ചെയ്യുന്ന സാഹചര്യമോ അന്തരീക്ഷമോ ഇവരോടൊക്കെ നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ അവർ എത്രമാത്രം അടുത്തൊന്ന് കണ്ണ് നിറഞ്ഞ പറയുന്നത് എന്തെങ്കിലും ചെയ്തു തരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി വന്നപ്പോൾ ഒറ്റ നിവേദനമേ കൊടുത്തുള്ളൂ, കശുവണ്ടി മേഖല എങ്ങനെ റിവൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡിനെ പറ്റി ഒരു നിർദ്ദേശം കൊടുത്തു. അതിനകത്ത് ഈ തൊഴിലാളികളുടെ അംഗങ്ങൾ ഉണ്ടാവണം, മുതലാളികളുണ്ട്. ഇവരുടെ ശബ്ദം അവിടെ കേൾക്കണം. ഒരു MP പോയി പറയുകയല്ല ചെയ്യേണ്ടത്, അവർ നേരിട്ട് പറയണം. കാരണം
നമ്മൾക്ക് ഒരു അധികാരം കിട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമല്ല ഓർക്കേണ്ടത്, അതൊക്കെ അവസാനം ഓർക്കേണ്ട കാര്യം. നമുക്ക് വോട്ട് തന്നവരുണ്ട്, അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ഇടപെടൽ ഉണ്ടാവണം. അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാം. അവരും വലിയ കാര്യങ്ങളല്ല ചോദിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഭരണത്തിൽ കയറിയിരിക്കുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ ഇപ്പോഴത്തെ എതിരാളി? എം മുകേഷ് ആണോ അതോ പ്രേമേന്ദ്രനാണോ? അല്ല, ഈ മുകേഷിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇവർ രണ്ടിനും ഒന്നാണ്. മുകേഷ് ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധി. പ്രേമചന്ദ്രൻ ആരെ പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി. അപ്പൊ അവര് തമ്മിൽ അവരൊന്നല്ലേ? തിരുനെൽവേലിയിലോട്ട് രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കും. അതെ, ഏറ്റവും രസം വയനാട്ടിലോട്ട് പോയ ഭയങ്കര രസം. ആനി രാജ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ. ആർക്കെതിരെ മത്സരിക്കുന്നു? രാഹുൽ ഗാന്ധിക്കെതിരെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പൊളിച്ചെടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് മുകേഷിനെ മാറ്റി വയ്ക്കുക. അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിന് ഇതിലോട്ട് നമ്മൾ ഉൾപ്പെടുത്തുക വേണ്ട. ഇവിടുത്തെ MP-യും തന്നെ അദ്ദേഹം തുടരട്ടെ. അബ്സല്യൂട്ട്ലി MLA MP-യും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയും തമ്മിലെ മത്സരവും. കാരണം ഇവിടെ വികസനം കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു MP വേണം. പക്ഷെ നരേന്ദ്രമോദിയുടെ ഒരു ചിന്ത വേറെ ലെവല്ല. സബ്കാ സാത്ത് സബ്കാ വികാസ്. എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തരും. പക്ഷേ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയും. അതായത് അവിടെ ഇവിടെ ഒരേ സർക്കാരാണെങ്കിൽ അവിടുത്തെ പദ്ധതി അവിടെ ആവിഷ്കരിക്കുന്ന അദ്ദേഹം സ്വപ്നം കാണുന്നത് അതേ അളവിൽ അതുപോലെ ഇവിടെ കൊണ്ടുവരാം. പക്ഷെ ഇപ്പം എന്താ പറ്റുന്നത്? ഇവിടുത്തെ ഒരു MP പോയാൽ അതേ അളവിൽ നരേന്ദ്രമോദിയുടെ പദ്ധതി ഇവിടെ കൊണ്ടുവന്നാൽ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകും. അത് വരാതിരിക്കാൻ പുള്ളി തടയും. എന്നാൽ നരേന്ദ്രമോദി എന്തെങ്കിലും കൊണ്ടുവന്നാലോ അതിൻ്റെ അപ്പുറത്ത് ഫ്ലെക്സ് വയ്ക്കും. 4 ദശകങ്ങളായി അടഞ്ഞു കിടന്ന ബൈപ്പാസ് 2014 പണി തുടങ്ങി, തുറന്നു കൊടുത്തു. ഇപ്പോൾ അത് 2ാം ഘട്ടം നടക്കുന്നു. നരേന്ദ്രമോദി പണിയുന്നു, പ്രേമേന്ദ്ര ഫ്ലെക്സ് വയ്ക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ നോക്കൂ, എയർപോർട്ടിന് തുല്യമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസ് വരിക. ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന 380 കോടി രൂപയുടെ പദ്ധതിയാണ്. അവിടെ പണി ആരംഭിച്ചു, ഇപ്പുറത്തെ ഒരാൾ ഫ്ലെക്സ് വെച്ചു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഫ്ലെക്സ് വയ്ക്കാൻ 2 പേരാ, ഒരു സൈഡിൽ റിയാസ്, ഒരു സൈഡിൽ ഈ മനുഷ്യൻ കൂടി മത്സരം നടക്കുക. തമ്മിലൊരു മത്സരം. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് ജനങ്ങൾക്ക് അറിയില്ല, കാരണം അറിയിക്കാൻ വഴികളില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ്. ഓരോ നിമിഷവും അതിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ അടുത്ത് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. താങ്കൾ കൊല്ലത്ത് നേരിട്ട് ഫാസിസം കണ്ട ആളാണെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദനത്തോപ്പ് ITIയിൽ താങ്കൾ ഇലക്ഷന്റെ പ്രചാരണമായി പോയപ്പോൾ താങ്കൾ തടയപ്പെട്ടു. എങ്ങനെ പ്രതികരിക്കുന്ന ആ ഒരു കാര്യത്തോട്? അതാണ് സാധാരണ നമ്മൾ കാണുന്നൊരു സംഭവം വെച്ചാൽ, ഒരാളൊരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അയാളിങ്ങനെ കരുതും, ഇത് മറ്റൊരാൾ അറിയുമല്ലോ, അതിനു മുമ്പ് എന്ത് ചെയ്യണം, ആരാണ് എന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത് അവർക്കെതിരെ ആദ്യം ഒരു ആരോപണം എടുത്തിടും. അവൻ ഫാസിസ്റ്റ് ആണേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഫാസിസം കാണിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഈ ഫാസിസവും അരാജകത്വവും അക്രമവും അഴിമതിയും ഒക്കെ നടക്കുന്നത് കേരളത്തിൽ ഇടത് വലത് മുന്നണികളിലാണ്. പക്ഷെ അവരിവിടുന്ന് UP-യിൽ കുഴപ്പം, ഗുജറാത്തിൽ കുഴപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൾക്കാരുടെ ശ്രദ്ധ മാറ്റുന്നു. എന്നിട്ട് ഇവിടെ നടക്കുന്ന ഇതാണ്. അതാണ് അവിടെയും നടന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നിയില്ല. കാരണം കൊച്ചുകുട്ടികളെ, എൻ്റെ മക്കളെക്കാൾ പ്രായത്തിൽ ഇളയവർ വരാനകത്തുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. ഈ പ്രശ്നമുണ്ടാക്കിയ പിള്ളേരെ വരെ എനിക്ക് അവരുടെ മുഖം മറക്കില്ല. ഞാൻ അവിടെയും പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ, നിങ്ങൾ നന്നായില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ കുടുംബത്തിനൊരു ബാധ്യതയാവും. അതും കടന്നു പോയാൽ ഈ സമൂഹത്തിന്, ഈ പൗരന്മാർ, ഈ ചെറുപ്പക്കാർ ബാധ്യതയായി മാറിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും വീണ്ടും അനുഭവിക്കും. അപ്പൊ അവരെ മുളയിലെ അവരുടെ അകത്തെ കുഴപ്പം മാറ്റി നല്ലതാക്കാൻ വേണ്ടി നല്ലത് പറഞ്ഞു കൊടുക്കും. യാതൊരു വിരോധമില്ല, ഒരു വിരോധം തോന്നില്ല. കാരണം ഈ നമുക്ക് ശാശ്വതമായിട്ടൊന്നുമില്ല. അതായത് സുഹൃത്തുക്കളുമില്ല, ശത്രുക്കളുമില്ല. എപ്പോഴാണ് നമുക്ക് ആരുടെ ആവശ്യം വരുന്നത് അറിയില്ല. വണ്ടി ഇടിച്ച് വഴി കിടക്കുന്നത്, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് പരിക്കേറ്റ് പോകുമ്പോൾ ആരാ നമുക്ക് രക്തം തരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് പരമാവധി എല്ലാവരുമായിട്ടും, ചിലവർ രാഷ്ട്രീയപരമായി, പ്രത്യയശാസ്ത്രപരമായി വേറൊരു വ്യക്തിയായിട്ടൊക്കെ നമുക്ക് എതിരഭിപ്രായം കാണും. അതിനപ്പുറത്ത് ഒന്നുമില്ല. ഞങ്ങൾ ഒരു ഫാമിലി മാനാണ്. കൊല്ലത്ത് ഒരു ഫാമിലി ആയി കാണുന്നു. കൊല്ലത്ത് ഒരു ഫാമിലിയായി കാണുന്നു കൊല്ലത്തെ, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തെ. അതെപ്പോഴൊന്നും അറിയോ, നമ്മൾ ചിന്തിക്കുന്നതേ വേറെ രീതിയിൽ. ഇപ്പൊ വന്ന് കുറച്ച് നാളായി ഇവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി വന്നു. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ താങ്കൾക്ക് അറിയാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കശുവണ്ടി മേഖലയിലാണ്. അത് എങ്ങനെ ഉണ്ടായി എന്ന് വരെ താങ്കൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആഴത്തിൽ മനസ്സിലാക്കി. അതിപ്പോഴും നല്ല ചെറുപ്രായം തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് രാഷ്ട്രീയം. എൻ്റെ അച്ഛൻ കടുത്ത കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധി വെച്ച ദൈവതുല്യമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛൻ എപ്പോഴും പേപ്പറിൽ ഓരോന്ന് വായിക്കും, ഓരോ സ്ഥാനാർത്ഥികളുടെ കാര്യം. ഞങ്ങളന്ന് എറണാകുളത്ത് ജീവിക്കും, ഞങ്ങളുടെ അടുത്ത് പോൾ പി മാണി എന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ചാൽ അന്ന് തൊട്ട് ഞാൻ രാഷ്ട്രീയം ഫോളോ. അന്ന് കൂടുതലും കോൺഗ്രസ് രാഷ്ട്രീയമാണ്. നമുക്ക് 80കളിലാണല്ലോ BJP വരുന്നത്. അതിന് മുമ്പ് പല JP മൂവ്മെൻറ്റും, അതിന് ജനതാ പാർട്ടി, അങ്ങനെയാണല്ലോ BJP-ലോട്ട് വരുന്നത്. അപ്പം അന്ന് തൊട്ടേ എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ഓരോ സംഭവം, അത് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് പഠിക്കും. മധ്യപ്രദേശിലൊരു വിഷയമാണ്, അരുണാചൽ പ്രദേശിലാണ്. ഈ മണിപ്പൂർ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇറക്കിയ ആൾക്കാർ ചോദിച്ചു, ഇത് ആരെ കണ്ട് കോപ്പി അടിച്ച
കോപ്പി അടിച്ചല്ല. ഉം. പിന്നെ ചില വിവരങ്ങൾ നമ്മൾ പഠിച്ചിട്ടേ പറയാവൂ. അപ്പോൾ എന്ന് പറഞ്ഞു വരി കൊല്ലം ധാരാളം എനിക്ക് ബന്ധുക്കളുള്ള സ്ഥലമാണ്. 2 ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരും. പിന്നെ പൊതുവെ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും സൗഹൃദം ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്, അഹാദിഷിക്ക. ഞാൻ തിരുവനന്തപുരത്ത് മാത്രമോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമോ നിർത്താറില്ല. എനിക്ക് വരുന്ന പണം അനുസരിച്ച് എൻ്റെ മക്കളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അന്നക്കുട്ടി ചേച്ചിയുടെ വിഷയം വന്നു. ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ഇന്നും. അന്ന് കൊടുക്കണം തോന്നി, അന്ന് പൈസ ഉണ്ടായിരുന്നു, കൊടുക്കുന്നു. അതിപ്പോൾ അവരെവിടെ നിൽക്കുന്നു, അവരെനിക്കൊന്ന് വോട്ട് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടല്ല. അതുപോലെ കൊല്ലത്തും ഞാൻ നോക്കുന്നത് വെച്ചാൽ കൊല്ലം വളരെ സുന്ദരമായൊരു ഡിസ്ട്രിക്റ്റാണ്. വളക്കൂറുണ്ട്. കാരണം ആരും ഈ കൊല്ലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവഗണിക്കപ്പെട്ടൊരു ജില്ലകളിലൊന്നാണ്. തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്ത് സർവ്വ സൗകര്യങ്ങൾ കിട്ടുന്നു. കൊല്ലത്തിന് ഒരു വരി പോലെയാണ്. അതായത് കേരളം ഇങ്ങനെയാണെങ്കിൽ കുറുകയാണ്. ഇങ്ങറ്റത്ത് മലമ്പ്രദേശമോ അവിടുത്തെ തെന്മല ഡാമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന ഭാഗം മനോഹരമായ സ്ഥലം. ഇക്കോ ടൂറിസം, ഹിൽ ടൂറിസം എന്തിനും പറ്റിയ സ്ഥലം. താഴോട്ട് വരുമ്പോൾ കല്ലട ഡാം, അഷ്ടമുടിക്കായൽ, അവിടെ ഒന്ന് ആലോചിച്ചു കുമരകം പോലെ നമുക്ക് അതിസുന്ദരമാക്കാവുന്ന ഒരു സ്ഥലം. ഇങ്ങോട്ട് വന്ന കടൽ, ഹാർബർ, ഈ എല്ലാം ഉണ്ട്. എവ്രിത്തിങ് യുവാക്കൾക്ക് എന്തൊക്കെ വേണം ഇത് ഇവിടെ മുഴുവൻ കൊണ്ടുവരാൻ പറ്റും. നല്ല ഓൺട്രപ്രണേഴ്സിനെ കൊണ്ടുവരിക, സമരം എന്നൊരു സാധനം നിരോധിക്കുക, വ്യവസായശാലകൾ കൊണ്ടുവരണം. വികസനത്തിന് പറ്റിയ നാട് കൊല്ലം. താങ്കൾ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം അതാണ്. ഞാൻ വാഗ്ദാനങ്ങൾ ഞാൻ കൊടുക്കാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കേട്ട് തഴം വെച്ചു. 55 വർഷം ഈ ഭൂമി ജീവിച്ചു. ഇലക്ഷൻ സമയത്ത് പലരും വന്ന് പലതും പറഞ്ഞിട്ട് പോകും. സുന്ദര വാഗ്ദാനങ്ങൾ, ചിലപ്പോൾ ചിലത് കൊടുക്കും, കിറ്റുന്നൊക്കെ പറഞ്ഞു അതിൽ വീഴും. ഞാൻ പിന്നെ വാഗ്ദാനമേ കൊടുക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയാവൂ, പറയാൻ പറ്റുന്നതേ ചെയ്യും, പറയാൻ പറ്റുന്നത് ചെയ്യും വേണം. നരേന്ദ്രമോദി ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യണ്ട, കൊണ്ടിങ്ങോട്ട് കൊടുത്താൽ മതി, എടുത്തു വെച്ചിട്ടുണ്ട്, വിളമ്പിയാൽ മതി, അതിനൊരവസരം തന്നാൽ മതി. തീർച്ചയായും. ഉള്ള ആരോപണങ്ങളുടെ ഒരു കണിക പോലും നേരിടാത്ത ഒരാളാണ് കൃഷ്ണകുമാർജി. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വീണ്ടും കാണുന്നുണ്ട്. അന്ന് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും വലിയൊരു പൾസ് അദ്ദേഹത്തിന് അനുകൂലമായി ഇവിടെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 6 മണിക്കൂർ കൂടുതലായി അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ആശംസകൾ നേരുകയാണ്. സർ, നന്ദി. ഒപ്പം ABC ന്യൂസിനും ABC ന്യൂസിന്റെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.